അപ്പോൾ എണ്ണയിലേക്ക് കല്ലുപൊടി ലയിപ്പിച്ചിരിക്കുന്ന കളർ ലയിപ്പിച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കാശി സോഡ ലായനി ചേർക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചത് തണുത്തിരിക്കുന്ന ജാറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാശി സോഡ ലായനി കുറേശ്ശെയായിട്ട് ബക്കറ്റിൻ്റെ ഒരു സൈഡിലേക്ക് ഒഴിച്ച് ആ ഒഴിക്കുന്നത് ആ സമയത്ത് തന്നെ ഇളകി മാറുകയും ചെയ്യണം. എല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒഴിക്കുന്ന സമയത്ത് കാശി സോഡ ഒരു സ്ഥലത്ത് തന്നെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ സോപ്പായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒഴിക്കുന്ന കാശി സോഡ ലായനി ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഇളകി മാറിക്കൊണ്ട് ഇരിക്കണം. അപ്പോൾ അങ്ങനെ കാശി സോഡ ലായനി എണ്ണയിലേക്ക് കാശി സോഡ ലായനി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് കഴിഞ്ഞ സമയം മുതൽ നമ്മൾ ഏകദേശം ഒരു 35 മുതൽ 45 മിനിറ്റ് വരെയുള്ള സമയമാണ് രാസപ്രവർത്തനം തീരുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാശി സോഡ ലായനി എണ്ണയിലേക്ക് ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സോപ്പ് മിശ്രിതത്തിൽ നമ്മുടെ ബക്കറ്റിലെ എണ്ണയുടെ മിശ്രിതം പെട്ടെന്ന് അതിന് കട്ടി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരല്പം കട്ടി കൂടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ എണ്ണയെ കല്ലുപൊടി കലക്കിയിരിക്കുന്ന ആ രീതിയിലല്ല ഇരിക്കുന്നത്, അല്പം കൂടെ കട്ടി കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇരട്ടി കട്ടിയിലേക്ക് വരും. അതിന് ശേഷം ഇപ്പോൾ മാത്രമാണ് കണ്ടത്, കോരി ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ കട്ടി കൂടിയിരിക്കുന്നതായിട്ട്. അത് നമ്മൾ കുറേ സമയം കഴിയും തോറും അതിൻ്റെ രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാസപ്രവർത്തനം നടന്ന് എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളും കാശി സോഡയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലിയും പൂർണ്ണമായിട്ടും രാസപ്രവർത്തനത്തിന് വിധേയമായി അത് നേരത്തെ ഉണ്ടായിരുന്ന എണ്ണയിൽ നിന്ന് കാശി സോഡയിൽ നിന്ന് പുതിയൊരു ഉൽപ്പന്നമായി മാറി വരുന്ന പ്രവർത്തനമാണ് സോപ്പ് എന്നുള്ള ആ പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളും കാശി സോഡയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലിയുമാണ് രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നത്. ഒരു സൈഡിൽ ആസിഡുണ്ട്, മറു സൈഡിൽ ആൽക്കലിയുണ്ട്. അപ്പോൾ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ് ആസിഡിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാശി സോഡ അടങ്ങിയിട്ടുള്ള ആൽക്കലിയാണ് ആൽക്കലിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ ആൽക്കലിയും ആസിഡും മാത്രം മതി സോപ്പ് ഉണ്ടാക്കുന്നതിന്, നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനം പൂർണ്ണമായിട്ട് നടത്തുന്നതിന് വേണ്ടി. മറ്റ് ചേർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സോപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോപ്പിനെ കണ്ണുകൾക്ക് മനോഹാരിതയുള്ളതാക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ പെർഫ്യൂം ചേർക്കുമ്പോൾ മണം അതിന് കിട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ അകത്ത് കല്ലുപൊടി ചേർക്കുന്നതിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതല്ലാതെ മറ്റുള്ള സാധനങ്ങളൊന്നും, കാശി സോഡയും എണ്ണയും ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊന്നും സോപ്പ് നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളല്ല. എന്നാൽ നമ്മൾ ടോയ്ലറ്റ് സോപ്പ് ആണ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് നമുക്ക് അതിന് ഭംഗി ഉണ്ടാകണം, അതിന് കളറുണ്ടാകണം, അതുപോലെ തന്നെ അതിന് പെർഫ്യൂം ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുള്ളത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ ഉദ്ദേശത്തിന് വേണ്ടി ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കേണ്ടത് കാശി സോഡ ലായനി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ടത് ഹാർഡനർ ആണ്. ഹാർഡനർ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഹാർഡനറിനെ കുറിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ ഹാർഡനർ എന്നുള്ള ആ ഒരു എപ്പിസോഡ് പ്രത്യേകമായിട്ട് കണ്ടുകൊള്ളുക. സോപ്പിൻ്റെ മണം കൂട്ടുന്നതിന് വേണ്ടി, സോപ്പിൻ്റെ പത കൂട്ടുന്നതിന് വേണ്ടി, സോപ്പിൻ്റെ തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി, അതുപോലെ സോപ്പിൻ്റെ മിനുസവും തിളക്കവും കൂട്ടുന്നതിന് വേണ്ടി, അങ്ങനെ സോപ്പിനെ കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഹാർഡാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനുള്ള ടെക്നോളജിയാണ് ഹാർഡനർ എന്ന് പറയുന്നത്. ഈ ഹാർഡനർ നമ്മൾ 50 ഗ്രാമാണ്. ഹാർഡനർ നമ്മൾ ബക്കറ്റിലേക്ക് നന്നായിട്ട് കുലുക്കിയതിന് ശേഷം, ഇതിൻ്റെ അടിയിൽ ഉറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരിക്കും, അത് നന്നായിട്ട് കുലുക്കിയതിന് ശേഷമാണ് കാശി സോഡ ലായനി ചേർത്തിരിക്കുന്ന സോപ്പ് മിശ്രിതത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു. എണ്ണയിലേക്ക് കാശി സോഡ ലായനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബക്കറ്റിലെ മിശ്രിതത്തിന് പറയുന്ന പേര് സോപ്പ് മിശ്രിതം എന്നാണ്. സോപ്പ് മിശ്രിതം. ഇനി നമ്മൾ പറയുമ്പോഴെല്ലാം സോപ്പ് മിശ്രിതം എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ബക്കറ്റിലേക്ക് ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഒരു സൈഡിൽ എണ്ണ നമ്മൾ കളർ ചേർത്ത് കല്ലുപൊടി ചേർത്ത് എണ്ണ നിൽക്കുന്നു. മറു സൈഡിൽ വെള്ളത്തിൽ കാശി സോഡ ലയിപ്പിച്ച് കാശി സോഡ ലായനി നിൽക്കുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കാശി സോഡ ലായനിയും അതുപോലെ തന്നെ
എണ്ണ മിശ്രിതവും രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് അതിനെ സോപ്പ് മിശ്രിതം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ ഹാർഡനർ ചേർത്തത്. ഹാർഡനർ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ആ കുപ്പി നന്നായിട്ട് കുലുക്കി അതിന് ശേഷമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം വളരെ ശക്തമായ രീതിയിലുള്ള രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അങ്ങനെ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. എണ്ണയിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്, എണ്ണയിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്, നമ്മുടെ കാശിസോഡയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലി, ഇത് രണ്ടുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് അത് രണ്ടും പൂർണ്ണമായിട്ട് ഇല്ലാതായി പുതിയ ഉൽപ്പന്നം ഉണ്ടായി വരുന്നതാണ് സോപ്പ്. അങ്ങനെ സോപ്പ് ഉണ്ടായി വരുന്ന അതിനാണ് നമ്മൾ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സെറ്റാകുന്ന സമയം, അതല്ല എങ്കിൽ രാസപ്രവർത്തനം തീരുന്ന സമയമാണ്. അപ്പോൾ രാസപ്രവർത്തനം തീരുന്ന സമയം, അതല്ലെങ്കിൽ സെറ്റാകുന്ന സമയം, അതല്ല എങ്കിൽ എണ്ണയിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ കാശിസോഡയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലിയും, ഈ രണ്ട് സാധനങ്ങളും രാസപ്രവർത്തനത്തിന് വിധേയമായിട്ട് ഇല്ലാതാകുന്ന സമയം, ഇതാണ് നമ്മൾ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളിന് മാത്രമേ ഗുണനിലവാരമുള്ള ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്നതിന് സാധിക്കൂ. സെറ്റിംഗ് ടൈം ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾ എത്ര പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയാലും അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന സോപ്പ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലായിരിക്കും ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഉണ്ടാക്കുന്നതിന് മണം കൂടുതലായിരിക്കും, ചിലപ്പോൾ മണം കുറവായിരിക്കും, ചിലപ്പോൾ മണം ഒട്ടുമില്ലായിരിക്കാം. അങ്ങനെ ഓരോ രീതിയിൽ ഉള്ള മാറ്റങ്ങളുണ്ടായിരിക്കും. നന്നായിട്ട് സെറ്റിംഗ് ടൈം അറിയാവുന്ന ഒരാൾ സോപ്പ് ഉണ്ടാക്കിയാൽ 1000 പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയാലും ആ 1000 പ്രാവശ്യം ഉണ്ടാക്കുന്ന സോപ്പ് ഒരേ രീതിയിലിരിക്കും, ഒരേ മണത്തിലിരിക്കും, ഒരേ ആകൃതിയിലിരിക്കും, ഒരേ ഷേപ്പിലിരിക്കും, ഒരേ ഭംഗിയിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെറ്റിംഗ് ടൈം മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സോപ്പിൻ്റെ ഗുണനിലവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുണനിലവാരമുള്ള ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കുന്ന ആളിന് സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് സോപ്പ് മിശ്രിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് സെറ്റിംഗ് ടൈം ആകുന്നുണ്ടോ എന്നറിയുന്നതിന് 3 സൂചനകൾ നമ്മുടെ സോപ്പ് മിശ്രിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഒന്ന്, അതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന എണ്ണയുടെ മണം കുറേശ്ശെ ഇല്ലാതായി പൂർണ്ണമായിട്ട് എണ്ണയുടെ മണം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ തീർന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് എണ്ണയുടെ മണം ഇല്ലാതാകുന്നത്. രണ്ടാമത്തേത്, സെറ്റിംഗ് ടൈം ആകുന്ന സമയത്ത് നമ്മുടെ സോപ്പ് മിശ്രിതത്തിൽ കുമ്പിളുകൾ, ചെറിയ കുമ്പിളുകൾ വന്ന് പൊട്ടുന്നതായിട്ട് കാണാം. ഈ ചെറിയ കുമ്പിളുകൾ ഉണ്ടാകുന്ന എണ്ണയിലടങ്ങിയിട്ടുള്ള ഗ്ലിസറിൻ വേർപിരിഞ്ഞ് വരുന്നതാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തവിപ്പാട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇളക്കുന്ന തവി കടന്നു പോകുന്ന ആ ഒരു പാട് നമ്മുടെ സോപ്പ് മിശ്രിതത്തിൽ തെളിഞ്ഞ് കാണും. അങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന സമയമാണ് സെറ്റിംഗ് ടൈമിൻ്റെ ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടയാളം. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്ലിസറിൻ നന്നായിട്ട് ഉണ്ടായി വരുന്ന സമയത്ത് എണ്ണയുടെ മണം മാറി ഗ്ലിസറിൻ്റെ മണത്തിലേക്ക്, മറ്റൊരു മണത്തിലേക്ക് നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സെറ്റിംഗ് ടൈം പ്രധാനമായിട്ട് 2-3 അടയാളങ്ങളിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, സോപ്പ് മിശ്രിതത്തിൽ നമ്മൾ തവിപ്പാട് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയം. രണ്ടാമത്തെ, എണ്ണയുടെ മണം പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന സമയം. മൂന്നാമത്തേത്, എണ്ണയിലടങ്ങിയിട്ടുള്ള ഗ്ലിസറിൻ ചെറിയ കുമിളകളായിട്ട് പൊട്ടാൻ തുടങ്ങുന്ന സമയം. ഈ 3 സിഗ്നലുകളിൽ കൂടി നമുക്ക് സോപ്പ് സെറ്റിംഗ് ടൈമിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സെറ്റിംഗ് ടൈമിലേക്ക് എത്തുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ പെർഫ്യൂം ഒഴിക്കാവൂ. അതല്ല എങ്കിൽ നമ്മൾ ഒഴിക്കുന്ന പെർഫ്യൂമിൻ്റെ ഒരു ഭാഗം രാസപ്രവർത്തനത്തിൻ്റെ കൂടത്തിൽ കൂടി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സോപ്പിൻ്റെ മണം, പെർഫ്യൂം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അത് അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. മണം കുറവാണ് എന്ന് തോന്നുന്ന സമയത്ത് അവർ പറയും പെർഫ്യൂമിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് പെർഫ്യൂമിൻ്റെ കുഴപ്പമല്ല. നമ്മൾ സെറ്റിംഗ് ടൈം ആകുന്നതിന് മുമ്പേ സോപ്പ് മിശ്രിതത്തിലേക്ക് പെർഫ്യൂം ഒഴിച്ചപ്പോൾ ആ പെർഫ്യൂമിൻ്റെ ഒരു ഭാഗം രാസപ്രവർത്തനത്തിൻ്റെ കൂടത്തിൽ കൂടി പ്രവർത്തിച്ച് നമുക്കില്ലാതായി പോകുന്നത് കൊണ്ടാണ് മണം കുറയുന്നത്. അപ്പം സെറ്റിംഗ് ടൈം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ സോപ്പിനുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ, ഒന്ന്, മണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. 2, സോപ്പിൻ്റെ തേയ്മാനത്തിൽ വർധനവുണ്ടാവും.
മൂന്നാമത്തെ സോപ്പിൻ്റെ പതയിൽ കുറവുണ്ടാവും. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുളിച്ച് സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അവരുപയോഗിക്കുന്ന സോപ്പിന് നല്ല മണമുണ്ടാകണം, നല്ല പതയുണ്ടാകണം, തേയ്മാനം കുറഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങളും സെറ്റിംഗ് ടൈം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളിന് മാത്രമേ ആ ലെവലിലുള്ള സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കൂ. ആ ലെവലിൽ സോപ്പ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ സോപ്പിൻ്റെ ഗുണനിലവാരത്തിൽ പോരായ്മയുണ്ടാകും. ആ പോരായ്മ പതയിലും മണത്തിലും തേയ്മാനത്തിലുമാണ് പ്രതിഫലിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളുണ്ടാക്കുന്ന സോപ്പ് ആൾക്കാർ സ്വീകരിക്കാൻ പറ്റാത്ത സോപ്പായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നന്നായിട്ട് സോപ്പ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാളിന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ സെറ്റിംഗ് ടൈമിൽ പെർഫ്യൂം ഒഴിക്കാൻ സാധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഗുണനിലവാരത്തിലുള്ള സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സോപ്പ് നിർമ്മാണം നമ്മൾ ഓൺലൈൻ പരിപാടിയായിട്ട് കണ്ട് പഠിപ്പിക്കാൻ കൃത്യമായിട്ട് സാധിക്കാതെ വരുന്നൊരു പരിപാടിയാണ്. അത് നമ്മൾക്ക് നേരിട്ട് ഒരാളുടെ കൂടത്ത് നിന്ന് കണ്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഓൺലൈനിൽ കൂടി സോപ്പ് നിർമ്മാണത്തിൻ്റെ വീഡിയോ ഇത്രയും നാളും എടുക്കുന്നതിന് ഞാൻ മനഃപൂർവ്വം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നത്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ആ വീഡിയോ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സോപ്പ് ചെയ്യുന്ന ഒരാളിന് സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കി സോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ചെയ്ത് കാണിക്കുന്നത് കണ്ട് മനസ്സിലാക്കി അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുന്ന ഒരാളിന് മാത്രമേ സെറ്റിംഗ് ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കി സോപ്പ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് സോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുള്ള എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സോപ്പ് ചെയ്യാൻ പഠിച്ചു എന്ന് ദയവായിട്ട് ധരിക്കരുത്. ഇത് നമ്മൾ സോപ്പ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ. ഇതിന് ശേഷം നന്നായിട്ട് പരിശീലന പരിപാടി, കോവിഡിൻ്റെ സാഹചര്യം നമ്മൾ തീരുന്ന സമയത്ത് സോപ്പ് പരിശീലന പരിപാടി നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് ആ പരിശീലന പരിപാടി നേരിട്ട് വന്ന് പങ്കെടുത്ത് നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ടോയ്ലറ്റ് സോപ്പ് നമുക്കുണ്ടാക്കാൻ സാധിക്കൂ.